ഹലോ. അപ്പൊ ദേ ഇതുപോലെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കാർഡ് ഞാൻ ഉണ്ടാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാം. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഹാർട്ട് ആയിട്ടാണ് അത് ഉണ്ടാവുക. സോ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാൻ രണ്ട് A4 പേപ്പർ കറക്റ്റ് സെന്ററിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം അത് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ സെന്ററിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഫോൾഡ് ചെയ്ത് നമുക്ക് ആ മാർക്ക് കിട്ടാൻ വേണ്ട. കാരണം നമ്മൾ ഇനിയും ഇതിൽ പേപ്പേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ വേറെ A4 ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇപ്പൊ തിരിച്ചു വെച്ചില്ലേ, അതിന്റെ ആ ഒരു ലെവലിൽ റൈറ്റ് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സിമിലർലി നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലും ചെയ്യണം. അതായത് രണ്ട് A4 ഷീറ്റ് രണ്ടറ്റത്തായിട്ട് വെച്ച് കൊടുക്കണം. പിന്നെ ഇനി ഒരെണ്ണം വേണ്ടത് നമുക്ക് മേളിക്കാണ്. അപ്പൊ രണ്ടെണ്ണം വേണം മുകൾ ഭാഗത്തേക്കായിട്ട്. അപ്പൊ നമ്മൾ ഈ ഫോൾഡ് ചെയ്തിട്ട് ഒരു കറക്റ്റ് ഒരു സെന്ററിൽ ഒരു നമുക്കൊരു പോർഷൻ കിട്ടില്ല. ആ സെന്ററിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇതുപോലെ രണ്ട് A4 പേപ്പറും കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ഹാർട്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇതിൽ ഇനി ഇതുപോലെ, അതായത് നമ്മൾ മുകളിൽ വെച്ചിട്ടുള്ള ആ സെന്റർ പോർഷനിൽ നിന്ന് വേണം ഹാർട്ട് എടുത്തിട്ട് വരച്ചെടുക്കാൻ. ഇനി ഇതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം, ഈ ഒരു മെഷർമെന്റ് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആ ഇമേജിൽ നിന്ന് മനസ്സിലാവുമല്ലോ. സോ അങ്ങനെ മെഷർ ചെയ്ത് എടുത്തതിന് ശേഷം, അതായത് പ്രോപ്പർ ആയിട്ട് വരച്ചെടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. അത് നമ്മൾ ഈ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ ആ ഇൻസുലേഷൻ ടേപ്പിന്റെ ആ പോർഷൻസ് ഇല്ലേ, അത് വെച്ചിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മടക്കി കൊടുക്കുക. മേലുള്ള ഹാർട്ടിന്റെ ആ പോലത്തെ ഷേപ്പും ഇതുപോലെ മറിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ ഒരു മടക്ക് വരുന്നത്, അതായത് ഒട്ടിച്ചതിൽ തന്നെയാണ് താഴെ നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. അങ്ങനെയല്ല, അതിലും കുറച്ചും കൂടെ മേളിക്കാക്കിയിട്ട്, അതായത് നമുക്ക് ഒരു എൻവലപ്പിന്റെ ഓപ്പണിംഗ് പോലെ കിട്ടുന്ന പോലെ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ആൻഡ് അതിനുശേഷം എനിക്കിവിടെ ഇഷ്ടമുള്ള കളർ പേപ്പേഴ്സ് അല്ലെങ്കിൽ കളേർഡ് ആയിട്ടുള്ള A4 പേപ്പേഴ്സ് വെച്ചിട്ട് ഇതൊന്ന് ഫുൾ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് പല ഡിഫറെന്റ് കളറാണ്. നിങ്ങൾക്ക് സെയിം കളറിൽ ഉള്ള A4 പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇതിൽ കുറച്ച് എന്താ പറയാ, കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നോട്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിൽ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ജേർണലിംഗ് സപ്ലൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ ഡ്രോയിങ് അറിയുന്നവരാണെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് എന്തെങ്കിലും ഡ്രോ ചെയ്ത് കൊടുത്താലും ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്കിൽ നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു പിടിച്ചിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. അപ്പോഴാണ് നമ്മൾ ആ ഹാർട്ട് ഷേപ്പ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ മെഷർമെന്റ്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പൊ ഓക്കെ, ബൈ.